നമ്മൾ ഇന്ന് കേൾക്കുന്ന ദൈവവചനം സങ്കീർത്തനം 23-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവാണ് എൻ്റെ ഇടയൻ, അതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്ന് മാത്രമല്ല, അവസാന വചനം ഇങ്ങനെയാണ്: അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ നിന്നെ അനുഗമിക്കും. എത്ര കാലം? നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അവിടെ ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ അനുഗ്രഹവും നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ ഫോളോ ചെയ്യും, അനുഗമിക്കും, നീ പോകുന്നിടത്തെല്ലാം. ഹല്ലേലൂയ. എപ്പോഴേ ഇത് വരത്തുള്ളൂ? കർത്താവ് എൻ്റെ ഇടയനായിരിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആ വിവാഹത്തിന്റെ ആഘോഷങ്ങളിൽ കണ്ട ഒരു പ്രത്യേകത, എല്ലാവരും ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെയും ഡ്രസ്സാണ്. ചിന്തിക്കുന്നത് ഡ്രസ്സിനെ കുറിച്ച് ചിന്തിക്കും. സ്വർണം, പണം, ഭക്ഷണം, വാഹനത്തിന്റെ ക്രമീകരണം, ഇങ്ങനെ എല്ലാ കാര്യവും ചിന്തിക്കും. നമ്മളെല്ലാം പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കും, ഏറ്റവും സൈഡിലാക്കിയിടുന്ന ഒരു കാര്യമാണ് ദൈവാനുഗ്രഹം. ഞാനിങ്ങനെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവിടെ ആരും ദൈവാനുഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആരും പറയുന്നില്ല. വാഹനം റെഡിയാണോ? എല്ലാവരും ഒരുങ്ങിയോ? നമ്മൾ പുറത്ത് എല്ലാ കാര്യം നോക്കുക. ദൈവാനുഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഭക്ഷണത്തിന് രുചി നൽകുന്ന, ഏറ്റവും പ്രധാനമായി രുചി നൽകുന്ന കാര്യം എന്തായിരിക്കും? ഭക്ഷണത്തിന് രുചി തരുന്നത് എന്താ? ഭക്ഷണത്തിന് രുചി തരുന്നത് മസാലയല്ല, ഭക്ഷണത്തിന് രുചി തരുന്നത് മുളക് പൊടിയല്ല, ഭക്ഷണത്തിന് രുചി തരുന്നത് മല്ലിപ്പൊടിയല്ല. ഭക്ഷണത്തിന് രുചി ഉണ്ടാക്കി തരുന്ന ഒരു ഘടകമാണ് ഉപ്പ്. നിങ്ങൾ ഉപ്പ് മേടിക്കുക, ഏറ്റവും കുറഞ്ഞ പൈസക്ക് മേടിക്കാൻ പറ്റിയ സാധനമാണ് എന്ത്? ഉപ്പ്. ഇതൊരു കടയെ വച്ചിരിക്കും, ഒരു പലചരക്ക് കടയിൽ ഉപ്പിരിക്കുന്ന എവിടെയായിരിക്കും? ചിലപ്പോൾ പറമ്പിലായിരിക്കും, ചിലപ്പോൾ മുറ്റത്തായിരിക്കും, നനയാതെ ഏതെങ്കിലും ഒരു സ്ഥലം. നിങ്ങളുടെ വീട്ടിൽ ഉപ്പിരിക്കുന്ന എവിടെയായിരിക്കും? അടുപ്പിന്റെ തീ കൊണ്ട് ചളുങ്ങിയ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലായിരിക്കും. മസാല ഇടുന്ന അത്രയും നല്ല പാത്രത്തിലാണോ ഉപ്പിരിക്കുന്നത്? ഒരു പൊടക്ക് പാത്രത്തിൽ ഉപ്പ് അതിനകത്ത് ഇരുന്നാൽ മതി. ചിലപ്പോ മിക്കവാറും അതിന് അടപ്പ് പോലും കാണത്തില്ല. അതിനകത്തിടുന്ന സ്പൂണും വലിയ സെറ്റപ്പുള്ളൊന്നും ആയിരിക്കില്ല. ഇതില്ലെങ്കിലോ? ഈ സാധനം ഇല്ലെങ്കിൽ ഏറ്റവും വില കുറവാണ്, ഏറ്റവും നല്ല പാത്രത്തിൽ ഇത് വിട്ടു വെക്കുകയില്ല. ഇതൊരു ശകലം ചെന്നില്ലെങ്കിൽ നമ്മൾ എത്ര വലിയൊരു ബീഫ് കറി വിളമ്പി വച്ചിരിക്കുകയാണ്, നോക്കുമ്പോ ഒരു കുഴപ്പമില്ല. കളറുണ്ട്, കഷ്ണങ്ങളുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഉപ്പില്ലെന്ന് എപ്പോഴേ അറിയുള്ളൂ? അതൊരു ശകലം എടുത്ത് നാക്കെ വെക്കുമ്പോഴേ ആൾക്കാർ ഉപ്പ് കുറവുണ്ടല്ലേ, മസാല കുറവുണ്ടെന്നത് പിന്നെ പറയുള്ളൂ. ആദ്യം അതിന് കുറവുണ്ടെങ്കിൽ അന്നേരെ പറയുമോ? പറയും. ആദ്യം നമ്മൾ തൊട്ട അന്നേരം പറയും, ഉപ്പില്ല കേട്ടോ, കുറച്ച് ഉപ്പിങ്ങുണ്ടോ, ഉപ്പ് ഒഴിക്കാൻ വിട്ടുപോയോ? ഉപ്പ്. എന്നാ ഇതിന്റെ വിലയോ? സ്വർണത്തിന്റെ അത്രയും വിലയില്ല. ഇത് വെക്കുന്ന പാത്രമോ അത് കൊള്ളാവുന്ന പാത്രമല്ല. ഏറ്റവും സൈഡാക്കി ഒതുക്കിയിടുന്ന ഒരു സാധനമാണ് ഉപ്പ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ പഞ്ചസാരയാന്നല്ല പറഞ്ഞത്, ഭൂമിയുടെ ഉപ്പ്. അവിടെ ഈശോ എടുത്ത് ഉപ്പ. ഈ ഉപ്പിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു ശകലം മതി, അതെല്ലായിടത്തേക്കും ചെല്ലും. എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കിയാൽ മതി, എല്ലായിടത്തും അതെത്തും. പ്രിയപ്പെട്ട, ഈ ഉപ്പ് പോലെയാണ് നമുക്ക് കിട്ടുള്ള ദൈവാനുഗ്രഹം. അതൊരു ശകലമെങ്കിലും വേണം, അത് മതി. അത് നമുക്കൊരാൾക്കുണ്ടെങ്കിൽ
നമ്മുടെ വീട് മുഴുവൻ അതങ്ങ് നിറഞ്ഞു നിൽക്കും. അതാ നമ്മുടെ ജീവിതത്തിനും ഭാവി ജീവിതത്തിനെല്ലാം രുചിയും എല്ലാം കൂട്ടുന്നത്. അതിനെ ശരിക്കും നല്ല ഒരു വിഭവമാക്കി മാറ്റുന്ന ഒരു വലിയ ഘടകമാണ് ഉപ്പ്. എന്ന് പറഞ്ഞതുപോലെ ഒരാളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിക്കുള്ള ദൈവാനുഗ്രഹമാണ്. പറയാമോ ഹല്ലേലൂയ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മൾ ധ്യാനങ്ങളെല്ലാം കൂടുന്നു, കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, ഏകദിന ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതവും നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരൊറ്റ വാക്കിൽ നമുക്ക് ഉൾപ്പെടുത്താം ഒരു കാര്യം: ദൈവത്തെ കൊണ്ട് ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ അധികം ആർക്കും ഇഷ്ടമില്ല. ആ വാക്കൊന്നും കൂടെ കേട്ടു. ദൈവത്തെ കൊണ്ട് ജീവിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നമ്മളൊക്കെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോകുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണോ അതോ ദൈവത്തെ കൊണ്ട് ജീവിക്കാനാണോ? ദൈവത്തെ കൊണ്ട് ജീവിക്കാൻ. എന്താ ദൈവത്തെ കൊണ്ട് ജീവിക്കുക? എന്റെ സ്ഥലക്കച്ചവടം ഒന്ന് നടക്കണം, അതിനുവേണ്ടി ഞാൻ നിയോഗം വെക്കുന്നു 11 വെള്ളിയാഴ്ച. ഞാൻ വരുന്നു, പ്രാർത്ഥിക്കുന്നു, 10ാമത്തെ വെള്ളിയാഴ്ച സ്ഥലക്കച്ചവടം നടക്കുന്നു, ഞാൻ പിന്നെ വരുന്നേയില്ല. എന്റെ കാര്യം നടന്നു. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ കൊണ്ട് സ്ഥലം വിൽക്കണം, ദൈവത്തെ കൊണ്ട് ജോലി മേടിക്കണം, ദൈവത്തെ കൊണ്ട് എൻ്റെ കൊച്ചിന് ഒരു വിവാഹം നടക്കണം, ദൈവത്തെ കൊണ്ട്, ദൈവത്തിന് വേണ്ടി അല്ല. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളുടെ ആത്മീയത വളരാത്തതിന്റെ കാരണം ഇതാ. നമ്മൾ നോക്കി, ഏറ്റവും കൂടുതൽ സ്നേഹമില്ലാത്തവർ ക്രിസ്ത്യാനികളാണ്. സ്നേഹമില്ലാത്തവര്, പരസ്പര സ്നേഹമില്ലാത്തവർ നമ്മളാണ്. ആണോ? എന്തേലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. പരസ്പര സ്നേഹമില്ല. ബന്ധുക്കൾ, ശത്രുക്കൾ ആരാണ്? നമ്മൾ തന്നെയാണ്. പരസ്പരം ഭയങ്കരമായ ദേഷ്യത്തിൽ വർഷങ്ങളോളം താമസിക്കുന്നത് നമ്മളാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ സ്തുതിപ്പിനോ ഒരു കുറവുമില്ല. എന്താണ് അതിന്റെ കാരണം? നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ആത്മീയത വച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവത്തെ കൊണ്ട്. ആ ബന്ധം പെട്ടെന്ന് തീർന്നു പോകും. പക്ഷെ നേരെ തിരിച്ചിടുക, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം നടക്കും. ദൈവത്തിനു വേണ്ടി. നമുക്കതിന്റെ രണ്ടിന്റെയും മെച്ചം അറിയാത്തത് കൊണ്ടാണ് ദൈവത്തെ കൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കുവാണ്. ഇപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്റെ ഒരു ജോലി കിട്ടണം. ജോലി കിട്ടുന്ന വരെ അല്ല ദൈവത്തോടുള്ള ബന്ധം. ജോലി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ദൈവത്തിന്റെ ഈ ഒരു പ്രാർത്ഥനയ്ക്കും ഈ ഒരു കാര്യത്തിനും വില കൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും. രണ്ടിനും വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, വ്യത്യാസം മനസ്സിലാവും. ഈശോ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോഴേ നിന്റെ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈശോ ഇഷ്ടംപോലെ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈശോ പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ആ രോഗം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ പല ആളുകളുടെയും വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈശോ പറഞ്ഞു, ഈ വീട് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ആരുടെ വീടായിരിക്കും? സക്കേവൂസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, വേറെ എല്ലാ വീട്ടിലും ചെന്നപ്പോൾ ഈ വീട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. ഒരേ ഒരു സ്ഥലത്ത് ഒരേ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈശോ പറഞ്ഞു, ഈ വീട് ഞാൻ ഏറ്റെടുത്ത് കേട്ടോന്ന്. അതിന്റെ അർത്ഥം അതാണ്. ഈ വീട്, ഈ ഭവനം ഏറ്റെടുത്തു ദൈവം. എപ്പോഴാ ഏറ്റെടുത്തത്? ആ ഭവനം ഏറ്റെടുക്കാൻ ഒരു കാരണമുണ്ട്. അത് കേട്ടോ. ഈ സക്കേവൂസ് ദൈവത്തെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോഴല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ വ്യക്തിയെയും ഈ വ്യക്തിയുടെ കുടുംബത്തെ മുഴുവൻ ദൈവം ഏറ്റെടുത്തത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. രണ്ട് വാക്കുകൾ മറക്കരുത്. ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരും. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അതാണ് ഈശോ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ അനുസരിക്കുന്നില്ല. അതാണ് ഇതിന്റെ അർത്ഥം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് രണ്ടാം ഭാഗം അത് തൊടുത്തില്ല. കർത്താവേ കർത്താവേ, എന്റെ സ്ഥലം വിൽപ്പന നടക്കണം, കർത്താവേ കർത്താവേ എന്ന് ഞാൻ വിളിക്കും. എന്റെ രോഗം ഒരു സുഖമാകാനുണ്ട്, അതുകൊണ്ട് ഞാൻ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. ദൈവം പറയാണ്, അത് ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ വരെ
വലിയ ചേഞ്ച് ഉണ്ടാകും. ദൈവം നമ്മളെ ഏറ്റെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സക്കേവൂസിന്റെ വീട്ടിൽ ഈശോ വന്നപ്പം സക്കേവൂസ് ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത്. സക്കേവൂസിനോട് ഈശോ പറഞ്ഞില്ല നീ ചെയ്ത തെറ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്യണോന്ന് ഈശോ പറഞ്ഞില്ല. ഈശോ അവിടെ നിശബ്ദനായിരുന്നു. ഈ സക്കേവൂസ് പറയുവാണ്, ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്, ഞാൻ അതിന് 4 ഇരട്ടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്, അങ്ങനെ കൊടുക്കാൻ ഒരാൾ തീരുമാനിക്കണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. ഏത് മാറ്റം? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ അത്ഭുതം അവിടെ നടന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഉറപ്പായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഇങ്ങനെ ചിന്തിച്ച് എന്റെ ഒരു കാര്യം, ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് നടക്കാൻ വേണ്ടി ഞാൻ വരുമല്ല ഇവിടെ. ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച് ദൈവവചനം കേൾക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഇനി എന്നിൽ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അത്രയും ചേഞ്ച് നടക്കും. ദൈവത്തെ കൊണ്ട് ജീവിക്കുമ്പോ ആ കാര്യം മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുവാണ്, എനിക്കൊരു ജോലി കിട്ടണം, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജോലി മാത്രമേ, ആ ഒരു പ്രാർത്ഥന മാത്രമേ ദൈവം ഏറ്റെടുക്കത്തുള്ളൂ നേരം. പക്ഷെ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാലോ, എന്റെ ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് സങ്കീർത്തനം 23-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടില്ലേ, നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹവും നീ പോകുന്നിടത്തൊക്കെ നിന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, അനുഗമിക്കും. ഒരു കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നോക്കി, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തെ കൊണ്ട് ജീവിക്കണം എന്നല്ല, ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികളുടെ ജീവിതത്തെ ഓർത്ത് നോക്കിയേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യരുത്. മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യരുത്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവം കേൾക്കാത്ത എന്നാന്നറിയാം. നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നാവുകൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. നാവുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ നാട്ടുകാരുടെ കുറ്റവും പറയും. കുറ്റം പറയുന്ന അതേ നാവുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഒരിക്കലും ഈ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുക പോലുമില്ല. നമ്മുടെ പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് ചോദിച്ചു നോക്കും, ദൈവമേ, ഞാൻ 5-10 വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ പ്രശ്നം ദൈവത്തിന്റെയാണോ എന്റെയാണോ? ആത്മശോധന ചെയ്താൽ പിടികിട്ടും. ഞാൻ കുറ്റം പറയുന്ന നാവ് കൊണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നു, രണ്ടും ഒരേ നാവിൽ നിന്ന് വരുന്നു. ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കത്തു പോലുമില്ല, സ്വർഗം അംഗീകരിക്കുന്നില്ല അത്. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ചില ആളുകളെ നോക്കിക്കേ, അതോടൊപ്പം ഒരു കാര്യം പറയാം, ഒരിക്കലും ആരുടെയും സ്ഥലക്കച്ചവടം മുടക്കരുത്, കല്യാണം മുടക്കരുത്. ഇത് രണ്ടും ചെയ്യരുത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മൾ അറിയാതെ ചിലരൊക്കെ ചെയ്യും. അതൊക്കെ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അറിയുന്നത്, ചില തടസ്സങ്ങൾ ഇങ്ങനെ വന്നു കയറിയതാണ്. നമ്മൾ അറിയാതെ പറഞ്ഞു. ഒരിക്കലും നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ആർക്കും ഒരു ദോഷം വരുന്നത്. ചിലപ്പോ സ്ഥലം വിൽക്കാൻ വേണ്ടി ആകെ നിക്കക്കളി ഇല്ലാതെ എങ്ങനെയും വിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്, അത് എടുക്കണ്ട കേട്ടോ, അതിനേക്കാൾ കുറച്ച് കിട്ടും. നമ്മളെന്തിനത് പറയുന്നേ? നമ്മളത് പറയുമ്പോൾ നമ്മുടെ നാവിലൂടെ നമ്മൾ വേറൊരാൾക്ക് കണ്ണുനീരോടെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളൊരു വെട്ട് കിട്ടിയോളത്തേക്ക് ഒരു വാക്ക് പറയുന്നത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പോലെ ജീവിക്കുകയും ചെയ്യും, എല്ലാവരെയും ചിരിച്ചു കാണിക്കും. പ്രിയപ്പെട്ട് ശ്രദ്ധിച്ച്, നമ്മൾ ആരുടെയും സ്ഥലക്കച്ചവടം മുടക്കരുത്, ആരുടെയും കല്യാണവും മുടക്കരുത്. നമ്മൾ ചുമ്മാ പറയരുത്. പിന്നെ നമ്മൾ എന്തു പറയണം? നമുക്കറിയത്തില്ലാത്ത കാര്യം എനിക്കറിയില്ല, എന്റെ അറിവിൽ എല്ലാവരും നല്ലവരാണ്. ഇത് നമ്മൾ പറയുമ്പം നമുക്കൊരു അനുഗ്രഹമാണ് ദൈവം തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോഴേ ഈ ഒരു അഭിഷേകം നമ്മുടെ നാവിനും നമ്മുടെ ഹൃദയത്തിനും കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പഠിക്കുള്ളൂ.
ദൈവത്തെ കൊണ്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് യാതൊരു ബന്ധവുമില്ല, നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ല. നമ്മൾ അത് കാര്യം നടക്കണം, ഈ കാര്യം നടക്കണം, നമ്മളിങ്ങനെ ഓടി നടക്കും, എന്തെല്ലാം ചെയ്യണം അതൊക്കെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം. അതല്ല, ചില ആളുകൾ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നാട്ടിലിറങ്ങുമ്പോൾ പറയും അയാൾ പ്രാർത്ഥനക്കാരനുമാണ്, അയാൾ ഒരു ശല്യക്കാരനുമാണ്. രണ്ടും ഒരാളായിരിക്കും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ചില ആളുകൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ കേട്ടോ. ചില പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഒരു തല്ല് കൊടുക്കണമെന്ന് ഒരു ആഗ്രഹമുള്ളവരുണ്ട്. ചില പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ നാട്ടുകാർക്ക് ഇഷ്ടമല്ല, അയൽവാസികൾക്ക് ഇഷ്ടമല്ല. എന്നും പ്രാർത്ഥനയാന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും, കയ്യിലിരിപ്പ് ശരിയല്ലെന്ന് പറയുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതവും തമ്മിൽ വളരെ ഐക്യപ്പെട്ടായിരിക്കുന്നേ. അതെപ്പോഴേ കിട്ടുള്ളൂ? ദൈവത്തെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓടി നടന്നാൽ കിട്ടത്തില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു നല്ല ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു ഭക്ഷണത്തിന് രുചി പകരുന്നത് അതിന് ഒരു ചെറിയ ഒരു നുള്ളു ഉപ്പ് പോലെയാണ്. ഉപ്പാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന് രുചിയും ഗുണവും എല്ലാം കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കുഞ്ഞു ദൈവാനുഗ്രഹമായിരിക്കും. ഇതെപ്പോഴേ കിട്ടുള്ളൂ? ദൈവത്തെ കൊണ്ട് ജീവിക്കാൻ നടന്നാൽ കിട്ടത്തില്ല. നമ്മുടെ ആത്മീയത ഒരു സ്റ്റെപ്പും കൂടെ വളരേണ്ടതുണ്ട്. ദൈവത്തിന് വേണ്ടി, സക്കേവൂസ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാ നിന്നിലൂടെ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ചിന്തിക്കുകയാണ്, എന്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, നടന്നാലും നടന്നില്ലേലും ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അപ്പോൾ മുതൽ എന്റെ ഒരു വിഷയം മാത്രമല്ല, എന്റെ കുടുംബത്തെ മുഴുവൻ ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും. പറയാമോ ഹല്ലേലൂയ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതൊരു കാര്യം, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഒരു വാക്ക് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കും. തടസ്സം, ഭയങ്കര തടസ്സവാ, അത് ഒഴിവാക്കും. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാലോ, ഒരു തടസ്സം നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റുമ്പോൾ അടുത്ത തടസ്സം വരും. ആ തടസ്സവും പ്രാർത്ഥിച്ചു കുറെ വീണ്ടും ഒരു തടസ്സം, എന്നും തടസ്സത്തിൽ നിന്ന് അടുത്ത തടസ്സത്തിലേക്ക്. ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു പ്രത്യേകതയുണ്ട്. സക്കേവൂസിന്റെ ജീവിതത്തെ ദൈവം അങ്ങ് ഏറ്റെടുത്തു. പിന്നെ എവിടെ തടസ്സം? എന്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ എന്റെ ജീവിതം ദൈവം അതിലൂടെ ഏറ്റെടുക്കുമ്പോൾ എത്ര വലിയ തടസ്സവും ദൈവം ഏറ്റെടുത്താ പോവുകയല്ലേ? ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരു തടസ്സം മാറി. ഇതങ്ങനെ കുറച്ച് സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു, വീണ്ടും ഒരു തടസ്സം വന്നു. അതാ ഇത് കഴിയുമ്പോൾ അടുത്ത തടസ്സം. ഈ തടസ്സം എന്ന് പറയുന്ന കാരണം അറിയോ? നമ്മൾ ദൈവത്തെ കൊണ്ട് ഒരു കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നടന്നു കഴിയുന്നു, അതിന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോ ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. പിന്നെ തടസ്സങ്ങളില്ല. തടസ്സങ്ങളെ ദൈവം ഏറ്റെടുത്താൽ തടസ്സം പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ദൈവവചനത്തിലൂടെ കേട്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തെ കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു ആത്മീയതയല്ല. അത് ഈശോ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യം ഒന്നും അനുസരിക്കുന്നില്ല. രണ്ട്, ദൈവത്തെ കൊണ്ടല്ല, ദൈവത്തിനു വേണ്ടി. ഹല്ലേലൂയ. ആ രണ്ട് വാക്കിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ദൈവത്തെ കൊണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കാര്യം മാത്രം നടക്കണം. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അറിയുക, അപ്പുറത്തെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കൊണ്ട് ജീവിക്കുക എന്ന് വേറൊരാൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരിക്കോ, എനിക്ക് ദുഃഖമായിരിക്കോ? എന്നെ കൊണ്ടാണോ ജീവിക്കുന്നത്? പക്ഷെ നിങ്ങളോടൊരാൾ പറയാ നിങ്ങൾക്ക് വേണ്ടിയാ കേട്ടോ നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മക്കളോട് പറയാ എന്റെ പപ്പായും അമ്മയും നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, അതൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ഒരുപാട് സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് ജീവിക്കുമ്പോൾ ദൈവത്തെ കൊണ്ട്, ഞാൻ എല്ലായിടത്തും പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന ആളാണ് നമ്മളെല്ലാവരും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം, സ്ഥലം വിൽപ്പന നടക്കണം, വേറെ ഒന്നും പ്രാർത്ഥനയില്ല. എന്റെ കൊച്ചിന് ജോലി കിട്ടണം, ഇന്നതുപോലെ, അത് മാത്രമല്ല ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അപ്പൊ എന്റെ സ്വഭാവത്തിൽ മാറ്റം വരും, എന്റെ തടസ്സങ്ങൾ മാറും, ദൈവം എന്റെ ജീവിതത്തെ അങ്ങോട്ട് ഏറ്റെടുക്കും. അവസാനം ഒരു കാര്യം കൂടി, ദയവ് ചെയ്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് ആരുടെയും കുറ്റം പറയരുത്. പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, കുറ്റം പറയുന്ന അതേ നാവ് കൊണ്ട് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം അത് അംഗീകരിക്കില്ല. രണ്ട്, നമ്മൾ ആരുടെയും സ്ഥലക്കച്ചവടം മുടക്കരുത്.
വിവാഹം മുടക്കരുത്, ഒന്നും മുടക്കാൻ പോകരുത്. അതിലൂടെ ശരിക്കും മുടങ്ങി പോകുന്നത് നമുക്കുള്ള ദൈവാനുഗ്രഹമാണ്. നമ്മൾ മറ്റുള്ളവരെ മുടക്കുമ്പം നമുക്കുള്ള ദൈവാനുഗ്രഹമാണ് ഓരോ സ്റ്റെപ്പ് മുടങ്ങി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിനും മുടക്കാനൊന്നും പോകരുത്. നമ്മൾ അതാ അങ്ങനെയെങ്കിൽ സങ്കീർത്തനം 23 അധ്യായത്തിന്റെ അവസാന വചനം നിങ്ങൾ കിട്ടും. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ, ലൈഫ് ലോങ്, സമ്പത്തും സമാധാനവും ഐശ്വര്യവും നിങ്ങളെ ഇങ്ങനെ അനുഗമിച്ചു കൊണ്ടിരിക്കും എവിടെ പോയാലും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇപ്പോ കേട്ടത് ദൈവത്തെ കൊണ്ട് ജീവിക്കണമെന്നല്ല, ദൈവത്തിനു വേണ്ടി. ശരിക്കും ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ക്രിസ്ത്യാനികൾ ധ്യാനങ്ങളും പ്രാർത്ഥനകളും കൺവെൻഷനുകളും ഉപവാസ ധ്യാനങ്ങളെല്ലാം കൂടുന്നു, അത്ഭുതം നടക്കുന്നുണ്ട്. പക്ഷെയോ മാനസാന്തരങ്ങളില്ല, സ്വഭാവത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും പറയും, ഇവരൊക്കെ ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇവരുടെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റമില്ലല്ലോ എന്ന് പറയും. അല്ലെ നമ്മുടെ വീട്ടിലുള്ളവർ പറയും, എന്നും പ്രാർത്ഥനയാന്ന് പറഞ്ഞിട്ട് ഇതെന്തു പ്രാർത്ഥനയാ ഇയാൾ ഈ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിച്ചിട്ടും വർത്താനത്തിനും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു മാറ്റമില്ലല്ലോ. അതെന്താ സംഭവിക്കാത്തത്? പ്രാർത്ഥനയുണ്ട് അതൊരു വശത്ത്, എന്നാൽ ആ പ്രാർത്ഥനയുടെ പ്രത്യേകത നമ്മുടെ കുറെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകണം. അത് മാറ്റി സക്കേവൂസിനെ പോലെ ദൈവത്തിനു വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്നിലൂടെ എന്റെ കുടുംബം രക്ഷപ്പെടും, എന്നിലൂടെ എന്റെ തലമുറ രക്ഷപ്പെടും. എങ്ങനെ? ദൈവം അത് ഏറ്റെടുക്കും. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ആത്മീയതയെ പരിശോധിച്ചാൽ നമ്മൾ ദൈവത്തെ കൊണ്ട് ജീവിക്കാൻ ഇത്രയും നാൾ നമ്മൾ അങ്ങനെയാ. കാര്യം നടന്നാ തീർന്നു, വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വീട് പണി തീർന്നു, എന്റെ പ്രാർത്ഥനയും ഒരുപോലെ ഫുൾ സ്റ്റോപ്പ് നിർത്തും. എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ വീട് പണിത് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്ന് വിളിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ഓടിയെത്തും. അത് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു മാറ്റമാണ്. 2, ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ദൈവിക സ്വഭാവം കലരും, ആ വ്യക്തിയുടെ സംസാരത്തിൽ ദൈവികമായ ശാന്തത ഉണ്ടാകും, ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ദൈവിക ചൈതന്യം നിറയും, ആ വ്യക്തിയുടെ എല്ലാ തടസ്സങ്ങളും ദൈവമായത് മാറ്റും. അങ്ങനെയെങ്കിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. എന്റെ ആത്മീയതയെ ഞാൻ കീറി മുറിച്ച് പരിശോധിച്ചാൽ ഞാൻ ദൈവത്തെ കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണോ അതോ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ആളാണോ? കേരളത്തിൽ 100 കണക്കിന് ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എല്ലായിടത്തും മെഗാ കൺവെൻഷനുകൾ നടക്കുന്നു. മെഗാ കൺവെൻഷൻ, ഇന്റർനാഷണൽ കൺവെൻഷനുകൾ. 10,000, 20,000, 30,000, 50,000 ഒക്കെ ആളുകൾ പങ്കെടുക്കുന്ന അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലായിടത്തും. പക്ഷെ മാനസാന്തരങ്ങളോ മാറ്റങ്ങളോ അത് താരതമ്യേന ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. എന്താ അതിന്റെ കാരണം? അവിടെ ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം കുറവാന്ന അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനെ പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും, തടസ്സങ്ങളെ മാറ്റും. ദൈവം നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹത്തെ പകരും. അങ്ങനെയെങ്കിൽ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ച്, പ്രിയപ്പെട്ടവർ, രണ്ടിന്റെയും അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി അനുഗ്രഹമാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരാളിലേക്ക് പകരപ്പെടുന്നത്. ദൈവത്തെ കൊണ്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ലഭിക്കുന്നത് ഒരു അനുഗ്രഹത്തിന്റെ, ഒരു കാര്യത്തിന്റെ മേൽ ഒരു വിടുതലാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു 100 കാര്യത്തിന്റെ മേല ഒരു വിടുതൽ ദൈവം അയക്കുന്നത്. അങ്ങനെയെങ്കിൽ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഭക്ഷണത്തിൽ ഒരു നുള്ള ഉപ്പ്, അതാ അതിന്റെ രുചിയെ കൂട്ടുന്നതും നിലനിർത്തുന്നതും. അങ്ങനെയെങ്കിൽ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ രുചികരമാക്കുന്നത്, അനുഗ്രഹമാക്കുന്നത് ഭക്ഷണത്തിൽ ഒരു നുള്ളുപ്പെന്നതുപോലെ
രുചികരമാക്കുന്നത് അത് സ്വർഗത്തിലെ ദൈവം നമുക്കായി നൽകുന്ന ഒരു ചെറിയ അനുഗ്രഹം മതി നമ്മുടെ ജീവിതം നല്ലതായി മാറാൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം അല്പനേരം സ്തുതിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവമേ സഹായിക്കണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സഹായിക്കണം. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കൊണ്ട് ജീവിക്കാനല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാമോ? ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം ഒന്ന് മാറണം, എൻ്റെ മക്കൾക്കൊരു നല്ല ജോലി, കടബാധ്യത മാറാൻ. ആ നിയോഗമായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. എന്നാൽ ഒന്നും മാറിയിട്ട് ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇതൊരു നിമിത്തമാണ്, ഇതൊരു നിയോഗമാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവമേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാതെ പോവോ? അങ്ങനെ പേടിക്കണ്ട. ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിച്ചാൽ, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിതത്തെ മാറ്റിയാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി നന്നായിട്ട് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും.